ഇന്ന് ലോകത്ത് മരണപ്പെടുന്നവരിൽ പകുതിയിലധികം പേരും മരണപ്പെടുന്ന പ്രധാന ജീവിത ശൈലി രോഗമാണ് അമിതവണ്ണവും കുടവയറും എന്നത്. നമ്മൾ വിചാരിക്കും കേരളത്തിൽ മാത്രമുള്ള ഒരു രോഗമാണ് ജീവിത ശൈലി രോഗങ്ങൾ. എന്നാൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് ജീവിത ശൈലി രോഗങ്ങൾ കൊണ്ടാണ്. കേരളത്തിൽ അത് കൃത്യമായി പരിശോധന നടത്തി റിപ്പോർട്ട് ചെയ്യുന്ന അതേതൊരു രോഗമായാലും എന്ന് മാത്രം. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് മാത്രം. അല്ലാതെ ഇവിടെയല്ല എല്ലാ രോഗങ്ങളുടെയും ഉത്ഭവം. കേരളത്തിൽ ഉത്ഭവിച്ചതായി പ്രത്യേകിച്ച് ഒരു രോഗവും രേഖപ്പെടുത്തിയിട്ട് എവിടെയും ചെറുപ്പത്തിലെവിടെയില്ല. അമിതവണ്ണവും ചീത്ത കൊളസ്ട്രോളും അതുമൂലമുണ്ടാകുന്ന കുടവയറും ഒക്കെ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമായി തീർന്നിരിക്കുകയാണ്. പല രാജ്യങ്ങളും ഫാറ്റ് ടാക്സ് വരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളൊരു ബസ്സിൽ സഞ്ചരിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ അടുത്തൊരു പൊള്ളത്തടിയനാണ് ഇരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടയിൽപ്പെട്ട് നമ്മൾ ഞെരുങ്ങി അമർന്നാണ് യാത്ര ചെയ്യേണ്ടി വരുന്നത്. അതുപോലും വളരെ ദുസ്സഹമാണ്. കാരണം ഒരു സീറ്റ്, ബസ്സിൻ്റെ ഒരു സീറ്റൊന്നും അവർക്ക് തികയിലിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള വ്യക്തികൾക്ക്. അപ്പോൾ അവർ കൂടി അത് മനസ്സിലാക്കുക, നമ്മളുടെ അമിതവണ്ണം മറ്റുള്ളവരെ എത്രത്തോളം ഡിസ്റ്റർബൻസ് ചെയ്യുന്നുണ്ട് എന്ന് സ്വയം ഒന്ന് ബോധത്തിലേക്ക് ഉണരുക ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പലരും ചിന്തിക്കും ഇതൊരു ജീവിതശൈലി രോഗമാണ്. ഇതും ഒരു ജീവിതശൈലി രോഗം തന്നെയാണ്. പലരും പല രീതിയിൽ ഇതിനെ പരിഭവിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഒന്ന് കൃത്യമായി മനസ്സ് വച്ചാൽ പൂർണ്ണമായും നീക്കം ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു വിഷയം മാത്രമേ ഇതിലുള്ള യഥാർത്ഥത്തിൽ. കാരണം നമ്മൾ വിചാരിക്കും, ഇപ്പം അമിതവണ്ണം ഉള്ളവർ പലപ്പോഴും പറയുന്നതാണ്, ഞാൻ 2 ദോശയെ കഴിക്കാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ 2 ചപ്പാത്തിയെ കഴിക്കാറുള്ളൂ, എന്നിട്ടും ഞാൻ ഇത്രയും വണ്ണം വെക്കുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. കാരണം ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ദോശ കഴിക്കുന്നത് 2 ദോശയായിരിക്കും. ടിൻ ഫുഡ്, ബേക്കിംഗ് ഫുഡ് പോലുള്ളവർ ഒരുപാട് കൊഴുപ്പുകളും പ്രിസർവേറ്റീവും അടങ്ങിയിട്ടാണ് വരുന്നത്. ആ ആഹാരങ്ങളായിരിക്കും നമ്മൾ രാവിലെ കോഫിയുടെ കൂടെ കഴിക്കുക. അപ്പോൾ അതിനുശേഷം വീണ്ടും ഒരു ആഹാരം കഴിക്കുക വരുന്നു. പിന്നെ നമുക്കറിയാമല്ലോ, ഇന്ന് ഒരുപാട് ഫങ്ഷനുകളാണ്. എല്ലാ ഫങ്ഷനുകളും നാവിൻ്റെ രുചിയും ആഹാരവും മാത്രമാണ് അതിൽ കൂടുതലായി പ്രതിഫലിച്ച് കാണുന്നത്. ഫുഡ് ബേസ് ചെയ്തിട്ടുള്ള ആഘോഷങ്ങളാണ് പൂർണ്ണമായിട്ടും കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഫങ്ഷനുകളിലൊക്കെ പങ്കെടുക്കുന്നതിലൂടെ നമ്മൾ ഒരു ദിവസത്തെ ആഹാരം പലതവണയായി ഒരുപാട് കൊഴുപ്പടങ്ങിയ എണ്ണയിൽ വറുത്തതും മറ്റുമായിട്ടുള്ള ധാരാളം നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് വസ്തുത. നമ്മൾ പോലും അത് ശ്രദ്ധിക്കപ്പെടുന്നില്ല. അപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ആഹാരം കഴിക്കേണ്ടത് ഒരു ദിവസം 3 നേരം എങ്കിലും കഴിക്കുക, ആ രീതിയിലേക്ക് ചുരുക്കിക്കൊണ്ടുവരിക എന്നാണ്. 6 ദോശ കഴിക്കുന്നെങ്കിൽ അത് 2 ചുരുക്കുക. അത് ഒറ്റയടിക്ക് ചുരുക്കാനൊന്നും കഴിയില്ല. ഒറ്റയടിക്ക് ചുരുക്കുമ്പോൾ ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ക്രമേണയായി ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടത്. ആഹാര കാര്യത്തിൽ കൃത്യമായി നമ്മൾ കുറവ് വരുത്തി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അമിതവണ്ണത്തിൻ്റെ വലിയൊരു ഭാഗം ഇടിഞ്ഞ് തെളിയിക്കും. ഇനി ആഹാരത്തിൽ നമ്മൾ കൊഴുപ്പ് കൂടിയ ആഹാരങ്ങളും ചീത്ത കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന ആഹാരങ്ങളും ഒഴിവാക്കി നമ്മൾ കപ്പലണ്ടിയും ബദാമും അണ്ടിപ്പരിപ്പും ഈ വക പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ, കൂടുതൽ കൊഴുപ്പ് ശരീരത്തിൽ ശേഖരിക്കപ്പെടുന്നത് ഒഴിവാക്കപ്പെടുന്ന ഇത്തരം ശീലങ്ങളിലൂടെ മാറുക. അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളിലേക്ക് മാറുക. പഴവർഗ്ഗങ്ങളിലേക്ക് മാറണം, ആഹാരം കുറയ്ക്കണം എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും, നമുക്കിങ്ങനെ പക്ഷികൾ പഴങ്ങൾ കൊത്തി തിന്നു അങ്ങനെ ജീവിക്കാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, പക്ഷികൾക്ക് ഇങ്ങനെ ഈ രീതിയിൽ ഇങ്ങനെ പഴങ്ങൾ മാത്രം കഴിച്ച് ജീവിക്കുന്ന പക്ഷികൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? ചിലപ്പോൾ പക്ഷിപ്പനിയുടെയൊക്കെ പേര് പറയാം. എങ്കിലും അങ്ങനെ പഴങ്ങൾ മാത്രം ഭക്ഷിക്കുന്നവർക്ക് ഏത് വിധത്തിലുള്ള രോഗങ്ങളായാലും വളരെ കുറവ് ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ രോഗങ്ങൾ ബാധിക്കാനുള്ള സാധ്യത വളരെ വിരളമായിട്ടാണ് കാണുന്നത്. മാത്രവുമല്ല, മാംസാഹാരങ്ങളും മത്സ്യാഹാരങ്ങളും ഒഴിവാക്കി പൂർണ്ണമായിട്ടും സസ്യാഹാരങ്ങളും ഫലവർഗ്ഗങ്ങളും മാത്രം കഴിച്ച് ശീലിക്കുന്നവരിൽ താരതമ്യേന രോഗങ്ങൾ വളരെ കുറവാണ്. അതും സ്വന്തമായി കൃഷി ചെയ്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും.
ഇങ്ങനെ കൃത്യമായി നാവിൻ്റെ കൊശി മാത്രം നോക്കിയുള്ള ആഹാര രീതിയിൽ നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ അമിതവണ്ണത്തിൻ്റെ വലിയൊരു ഭാഗം അസ്തമിച്ചു കഴിയും. ഇനി ചെറിയ ഒരു ഒറ്റമൂലിയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ ശീലിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററായി ഒരു 3 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കൊണ്ട് കൃത്യമായിട്ട് ആ അമിതവണ്ണവും കുടവയറും കൃത്യമായി കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അതിൽ ഒരു കാര്യം തേൻ എന്ന വസ്തുവാണ്. അതായത് നമുക്ക് ദഹനേന്ദ്രിയത്തിന്, അതായത് ഏറ്റവും ആമാശയത്തിന് സിമ്പിളായി ദഹിച്ച് ചേരുന്ന ഒരു സാധനമാണ് തേൻ എന്ന് പറയുന്നത്. ആ ആഹാരം ദഹിപ്പിക്കാൻ ശരീരത്തിന് ഒരു സ്ട്രെയിനും യഥാർത്ഥത്തിൽ ആവശ്യമില്ല. അപ്പോൾ 1 സ്പൂൺ തേൻ 1 ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പായും 1 സ്പൂൺ 1 ഗ്ലാസ്സിൽ ചേർത്ത് കഴിച്ച് കിടക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ ആഹാരശീലങ്ങൾ കുറയ്ക്കുകയും ഈ നല്ല അമിതമായി വണ്ണമുള്ളവരാണെങ്കിൽ 1 സ്പൂണിൽ നിന്ന് 2 ടീസ്പൂണാക്കി മാറ്റുകയും ചെയ്യാം. 2 ടീസ്പൂൺ ആകുമ്പോൾ 2 ഗ്ലാസ് ചൂടുവെള്ളം ഉപയോഗിക്കേണ്ടി വരും. ആ രീതിയിൽ കൃത്യമായി ഒരു 2-3 ആഴ്ചകൾ ശീലിക്കുകയാണെങ്കിൽ കൃത്യമായി ഈ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ആഹാര രീതിയിലുള്ള കുറവുകൾ വരുത്തുകയാണെങ്കിൽ തന്നെ അമിതവണ്ണത്തിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു 2-3 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ 1 മാസം കൊണ്ട് തന്നെ ഒരു വേരിയേഷൻ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അല്ലെങ്കിൽ വണ്ണം കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. കുടവയറും താണ് വരുന്ന രീതിയിലേക്ക് നമ്മുടെ ശരീരത്തെ എത്തിക്കാൻ വേണ്ടി കഴിയും. പക്ഷെ വീണ്ടും നമ്മൾ പഴയ ആഹാരശീലങ്ങളിലേക്കും അല്ലെങ്കിൽ ദുശീലങ്ങളിലേക്കും കൊഴുപ്പിൻ്റെ എണ്ണകളുടെ ബേക്കിംഗ് ഫുഡുകളുടെ അരിയിലേക്ക് വീണ്ടും നമ്മൾ പോവുകയാണെങ്കിൽ വീണ്ടും പഴയതുപോലെ തന്നെ അമിതവണ്ണവും കുടവേറും കൊളസ്ട്രോളും ഒക്കെ അടിഞ്ഞ് ശരീരം വൃത്തികേടാകുന്നുള്ള 100% ഉറപ്പാണ്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു യോഗാസന രീതി കൂടിയുണ്ട് അമിതവണ്ണം കുടവേറും കുറയ്ക്കാൻ വേണ്ടി. എങ്കിൽ മാത്രമേ ഈ അമിതവണ്ണം പൂർണ്ണമായും കുറയ്ക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന യോഗാസനമുണ്ട്. അത് ജാനു ശീർഷാസനമാണ്. ആ ജാനു ശീർഷാസനം കൂടി ഒരു ദിവസം 2-3 തവണ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് കൊഴുപ്പടിയുന്നതും മുട്ടുവേദനയും ഒക്കെ ജീവിതത്തിൽ ഒരു ദിവസം കൃത്യമായൊരു സന്തോഷപ്രദമായ ഒരു ദിവസം കൂടി നൽകുന്ന ഒരു ആസനാദിയാണ്. അത് ഡോക്ടർ കൃത്യമായി ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. ജാനു ശീർഷാസനം കൂടി ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു അമിതവണ്ണത്തിനും അതുപോലെ തന്നെ കുടവേറിനുമൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം ഏവർക്കും ഉണ്ടാകും. ഏവർക്കും ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം. ജാനു എന്ന് പറഞ്ഞാൽ ജാനു ഒരു സംസ്കൃത വേർഡാണ്. കാൽമുട്ട്, നീ ജോയിന്റ് എന്നർത്ഥം. ശീർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെഡ് റീജിയൻ. അപ്പം ഹെഡ് നമ്മുടെ തല കാൽമുട്ടിലേക്ക് വരുന്ന ഒരു പോസായതുകൊണ്ടാണ് ജാനു ശീർഷാസനം എന്ന പേര് വന്നിട്ടുള്ളത്. ഇതിൽ നമ്മുടെ സ്പൈൻ നന്നായി ഫോർവേഡായിട്ട് ബെൻഡ് ചെയ്യുന്നു. അതിനാൽ നമ്മുടെ ബെല്ലി ഫാറ്റ്, വയറിന് ചുറ്റുമുള്ള അമിതമായ കൊഴുപ്പ് നന്നായി ബേൺ ചെയ്ത് വയർ നന്നായി കുറയുന്നതിന് ജാനു ശീർഷാസനം ഹെൽപ്പ് ചെയ്യുന്നു. മാത്രമല്ല നമ്മുടെ ലെഗ് മസിൽസ് ധാരാളം സ്ട്രെച്ച് ചെയ്യപ്പെടുന്ന കാരണം ലെഗ് പെയിൻ, സയാട്ടിക്ക കൊണ്ടുള്ള പെയിൻ ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ള പെയിൻ ആയിക്കോട്ടെ, അതിനെല്ലാം ബെസ്റ്റ് റിസൾട്ട് ജാനു ശീർഷാസനം തരുന്നു. നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് നന്നായി സ്ട്രെച്ച് ചെയ്യപ്പെടുന്നു, മസാജ് ചെയ്യപ്പെടുന്നു. അതിനാൽ നമ്മുടെ സ്റ്റൊമക്ക്, ഇൻഡസ്റ്റൈൻ, പാൻക്രിയാസ് തുടങ്ങിയ അവയവങ്ങൾ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് വയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ, കോൺസ്റ്റിപ്പേഷൻ, അസിഡിറ്റി, ദഹനമില്ലായ്മ തുടങ്ങിയ രോഗങ്ങൾക്ക് ഒരു ഉത്തമ പ്രതിവിധിയായിട്ട് ജാനു ശീർഷാസനം തിരഞ്ഞെടുക്കാം. മാത്രമല്ല കാൽമുട്ട് വേദന, കാൽമുട്ട് നന്നായി സ്ട്രെച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ജാനു ശീർഷാസനം ചെയ്യുന്നത്. അതുകൊണ്ട് കാൽമുട്ട് വേദനയ്ക്ക് നന്നായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ആസനമാണ് ജാനു ശീർഷാസനം. ബിഗിനേഴ്സിന് ഒരു ബുദ്ധിമുട്ട് തുടക്കത്തിൽ അനുഭവപ്പെടാമെങ്കിലും പിന്നീട് വളരെയധികം ഫ്ലെക്സിബിലിറ്റി നൽകുന്നതും ദിവസം മുഴുവൻ നമുക്ക് മാനസികമായി ഒരു ഉന്മേഷം നൽകുന്നതുമായ ആസനമാണ് ജാനു ശീർഷാസനം.
ഇന്നത്തെ എപ്പിസോഡിൽ എങ്ങനെ ജാനു ശീർഷാസനം ചെയ്യുന്നു എന്ന് നോക്കാം. നമുക്ക് ജാനു ശീർഷാസനം എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. അതിനായി ആദ്യം വലതുകാൽ നീട്ടി സ്ട്രെച്ച് ചെയ്തു വയ്ക്കാം. ഇടതുകാൽ കാൽപാദം 2 കൈകൾ ഉപയോഗിച്ച് ചേർത്ത് വലത് തുടയോട് ചേർത്ത് വയ്ക്കാം. കാൽപാദം തുടയിൽ പതിഞ്ഞിരിക്കട്ടെ. നന്നായി നിവർന്നിരിക്കാം. 2 കൈകളും ശരീരത്തിൻ്റെ ഇരുവശത്തായി വയ്ക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നന്നായി ബോഡിയെ മുകളിലേക്ക് സ്ട്രെച്ച്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകൾ ഉയരാതെ എത്ര ബെൻഡ് ചെയ്യാൻ കഴിയുന്നോ അത്രമാത്രം ബെൻഡ് ചെയ്ത് കൊടുക്കാം. 2 കൈകൾ ഉപയോഗിച്ച് കാൽപാദം നന്നായി മുറുക്ക പിടിക്കാം. ഫോർഹെഡ് മെയിൻലി ഓൺ യുവർ നീ ജോയിൻറ്റ്. കാൽമുട്ടിൽ നെറ്റി പതിച്ചു വയ്ക്കാം. നോർമൽ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരിക്കാം. Up again and exhale. ഈ രീതിയിൽ ലെഫ്റ്റ് ലെഗും ചെയ്യാം. സ്ട്രെച്ച് ദ ലെഫ്റ്റ് ലെഗ് മാക്സിമം. ബെൻഡ് ദ റൈറ്റ് ലെഗ്. കാൽപാദം തുടയോട് ചേർന്ന് പതിഞ്ഞിരിക്കട്ടെ. കൈകൾ രണ്ടും ശരീരത്തിന് ഇരുവശത്തും. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നന്നായി ഉയരാം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാലുകൾ രണ്ടും ഉയരാതെ എത്ര ബെൻഡ് ചെയ്യാൻ കഴിയുന്നോ അത്ര ബെൻഡ് ചെയ്യാം. ഫോർഹെഡ് ഓൺ ദ ലെഫ്റ്റ് നീ ജോയിൻറ്റ്. നോർമൽ ബ്രീത്തിങ്. ഈ രീതിയിൽ പൂർണ്ണമായും ജാനു ശീർഷാസനം ചെയ്യാൻ കഴിയാത്തവർ 2 കാലും നീട്ടി 2 കൈകളും ഇരുവശത്തും വെച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. കൈകൾ നന്നായി ഉയർത്തുന്നതോടൊപ്പം ശരീരത്തെ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്തു. ആൻഡ് എക്സേൽ. കാലുകൾ ഉയരാതെ എത്ര ബെൻഡ് ചെയ്യാൻ കഴിയുന്നോ അത്രമാത്രം ബെൻഡ് ചെയ്ത് കൊടുക്കാം. ഹെഡിന് ഡൗൺ ചെയ്ത് കൊടുക്കാം. And slowly breathe out. Same to the left side. Nail up. And exhale. Left side ലേക്ക്. Nail up. And exhale down. ഇത്തരത്തിൽ പൂർണ്ണമായും ജാനു ശീർഷാസനം ചെയ്യാൻ കഴിയാത്തവർ ഞാൻ കാണിച്ച രീതിയിൽ വളരെ ചെറിയ തോതിൽ ബെൻഡ് ചെയ്തുകൊണ്ട് ജാനു ശീർഷാസനം ദിവസേന 1 മുതൽ 3 തവണ വരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഒരു 2 months ആകുമ്പോഴേക്കും വളരെ നല്ല രീതിയിൽ പെർഫെക്റ്റ്ലി കംപ്ലീറ്റ് ജാനു ശീർഷാസനം ചെയ്യാവുന്നതാണ്.